ിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് സാധിക്കുന്നത്രയും നേരത്തെയാകണം. 5 മണിക്കോ 5:30 മുൻപായോ എഴുന്നേൽക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് എന്ന് ഭാരതീയ ആചാര്യന്മാരും ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഒരേപോലെ പറയുന്നുണ്ട്. കാരണം മസ്തിഷ്കത്തിനും ശരീരത്തിനും ആവശ്യമായ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള വിശ്രമം കഴിഞ്ഞ് കൂടുതൽ സമയം കിടക്കുകയാണെങ്കിൽ ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതുകൊണ്ട് സൂര്യോദയത്തിന് 3/4 മണിക്കൂർ മുൻപോ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ മുമ്പോ എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായി, കിടക്കയിൽ എഴുന്നേറ്റ് അല്പസമയം ഇരുന്ന് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാഗൗരി പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. കാരണം കയ്യിലൂടെയാണ് നാം ജ്ഞാനത്തെ എഴുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. കയ്യിലൂടെയാണ് കർമ്മം എന്ന ശക്തിയെ നാം പ്രകടമാക്കുന്നത്. കയ്യിലൂടെ തന്നെയാണ് ലക്ഷ്മി അഥവാ ധനത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ കയ്യ് ഏറ്റവും ഉത്തമമായ ഒരവയവമായതുകൊണ്ട് സർവകർമ്മങ്ങൾക്കും ചൈതന്യം പകരണേ എന്ന പ്രാർത്ഥനയാണ് കൈ നോക്കി നാം നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മമണ്ഡലം ഭൂമിയായതുകൊണ്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നതും ഉത്തമമായ ഒരാചാരമാണ്. ഈ 2 മന്ത്രങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ആരോഗ്യ സംബന്ധമായ ചൈതന്യം, കിടക്കയിൽ കിടന്ന വ്യക്തി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് തടയുവാനായി അതേ കിടക്കയിൽ ഏതാണ്ട് 2 മിനിറ്റ് ഇരിക്കുവാൻ ഒരു അവസരവും ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. ഇത് ഹൃദയസ്തംഭനം ഒഴിവാക്കുന്നതിനും ശരീരത്തെ സ്വാഭാവിക നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് സമയം നൽകുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. ആധുനിക ഹൃദയ വിദഗ്ധന്മാര്, ഹൃദ്രോഗ വിദഗ്ധന്മാരും രാവിലെ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്ന് ഉപദേശിക്കാറുണ്ട്. അല്പനേരം ഇരുന്നതിന് ശേഷമേ എഴുന്നേൽക്കാവൂ എന്ന് പറയാറുണ്ട്. ഈ പ്രാർത്ഥന കൂടി ചൊല്ലുന്നത് കൊണ്ട് മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ശരീരത്തിന് വളരെ ആരോഗ്യകരമായ ഒരു ചെറിയ വിശ്രമ എക്സർസൈസും കൂടി ആയിത്തീരുന്നു. എഴുന്നേറ്റ ഉടനെ ബെഡ് കോഫി കുടിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. കാരണം തലേ ദിവസം നാം കഴിച്ച ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങൾ, പല്ലിന്റെ ഇടയിലുള്ള മൈക്രോബ്സ് അഥവാ സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ചുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകൾ ഈ ബെഡ് കോഫി കുടിക്കുന്നതിലൂടെ ശരീരത്തിനകത്ത് പോകുന്നത് തടയുവാൻ ബെഡ് കോഫി കുടിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. അതുകൊണ്ട് പൂർവീക ആചാര്യന്മാര് പല്ല് തേക്കാതെ ഒന്നും കഴിക്കാറില്ല എന്ന ആചാരം വെക്കുകയുണ്ടായി. ആ ആചാരം നമുക്ക് ഉത്തമമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ കുളിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ശരീരത്തിൽ തണുത്ത വെള്ളം വീഴുമ്പോൾ താപം സ്വാഭാവികമായും താഴുകയും ശരീരതാപം താഴാൻ തുടങ്ങുന്ന സമയത്ത് ശരീരത്തിലെ ഓരോ കോശവും പ്രവർത്തിച്ച് ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആൻഡ് സിസ്റ്റംസ് വളരെ ആക്റ്റീവ് ആകാൻ തുടങ്ങുകയും ചെയ്യുന്നു. 7-8 മണിക്കൂർ കിടക്കയിൽ വിശ്രമിച്ചിരുന്ന ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതിന് തണുത്ത വെള്ളം കൊണ്ടുള്ള കേരളീയ രീതിയിലുള്ള കുളി അത്യുത്തമമാണ്. രോഗമുള്ളവർക്ക് ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്നതും നല്ലതാണ്. കാരണം ചൂടുവെള്ളം ശരീരത്തിൽ വീഴുമ്പോൾ ശരീരത്തിന്റെ താപം ഉയരുന്നു. ആ താപത്തെ കുറച്ച് ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ശരീരം വളരെ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. ഇപ്രകാരം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് യൂറിനേഷനും സ്വെറ്റിങ്ങും സംഭവിച്ച് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗ അണുക്കളിലെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടോക്സിൻസ് മുഴുവനും പുറത്തു പോകാൻ ചൂടുവെള്ളം കൊണ്ടുള്ള കുളി സഹായിക്കും. രോഗമില്ലാത്തവർ തണുത്ത വെള്ളം കൊണ്ടും രോഗമുള്ളവർ ചൂടുവെള്ളം കൊണ്ടും കുളിക്കുന്നത് വളരെ ആരോഗ്യദായകമാണ് എന്ന് വളരെ വ്യക്തമാകുന്നു. കൂടാതെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ശരീരത്തിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള അനവധി വിസർജ്യ വസ്തുക്കൾ സ്വെറ്റിലൂടെ, വിയർപ്പിലൂടെ ശരീരത്തിന്റെ പുറത്തു വന്ന് ത്വക്കില് ഫാനിന്റെ ചുവട്ടിൽ കിടക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നത് ആ വെള്ളം ആവിയായി പോകുമ്പോൾ സോഡിയം ക്ലോറൈഡും യൂറിയയും സോഡിയം ഫോസ്ഫേറ്റും ത്വക്കില് ഒരു ലെയർ ഉണ്ടാക്കുന്നു. ഇത് ത്വക്കിന്റെ ആരോഗ്യത്തിന് കേടുവരുന്നത് കൊണ്ട് നല്ല രീതിയിൽ കുളിക്കുന്നതിലൂടെ
വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു പോകുന്ന ഈ കെമിക്കൽസ്, രാസവസ്തുക്കൾ മുഴുവനും ത്വക്കിനെ വൃത്തിയാക്കി നീക്കം ചെയ്യപ്പെടുന്നു. ഇത് കുളിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം കുളിക്കുന്നത് കൊണ്ട് കേരളത്തിൽ സ്കിൻ ക്യാൻസറിന്റെ അളവ് പണ്ട് വളരെ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടി വരാൻ കാരണം ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമോ മാത്രം കുളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുകയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എണ്ണ തേച്ചുള്ള കുളി വളരെ നല്ലതാണ്. ജ്യോതിഷപ്രകാരം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ആചാരമുണ്ടായത് സ്കിൻ പ്രൊട്ടക്ഷന് അത്യന്താപേക്ഷിതമായ ഫാറ്റി ലെയർ അല്പാൽപമെങ്കിലും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് ത്വക്ക് സംബന്ധമായ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാൻ സാധിക്കും. അതുകൊണ്ട് എണ്ണ തേച്ചുള്ള കുളിയും ആഴ്ചയിൽ 2 പ്രാവശ്യവും ആഴ്ചയിൽ എല്ലാ ദിവസവും സാധാരണ രീതിയിലുള്ള കുളിയും വളരെ നല്ല ഒരു ആചാരമാണ്. കുളി കഴിഞ്ഞ ഉടനെ വിളക്ക് കത്തിച്ച് ഏതാനും മിനിറ്റുകൾ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. കുളിയിലൂടെ ശരീരം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാകേണ്ടത്, പവിത്രമാകേണ്ടത് മനസ്സാണ്. ആ മനസ്സിനെ പവിത്രമാക്കാൻ സോപ്പിട്ടിട്ടോ വാഷിംഗ് പൗഡർ ഉപയോഗിച്ചോ സാധ്യമല്ല. അതുകൊണ്ട് വിളക്ക് കത്തിച്ച് 5 മിനിറ്റ് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ നല്ലതാണ്. രാവിലെ കുളിക്കുവാൻ തീരെ നിവൃത്തിയില്ല എങ്കിൽ പല്ല് തേച്ച് മുഖം കഴുകി കൈകാലുകൾ വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കുന്നതും അല്പസമയം പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. പിന്നീട് ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ മറ്റേതെങ്കിലും കീർത്തനങ്ങളോ നന്മ ലഭിക്കുന്ന വിധത്തിലുള്ള മന്ത്രങ്ങളോ കാസറ്റിലൂടെയോ മൾട്ടി മീഡിയ ഉള്ള കമ്പ്യൂട്ടറിലൂടെയോ ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ല മന്ത്രങ്ങൾ ഗൃഹാന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തനോന്മുഖമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ജ്ഞാനപ്പാന പോലെയുള്ള കീർത്തനങ്ങൾ വീട്ടിൽ കേൾക്കുമ്പോൾ അവനവന്റെ അഹംഭാവം, അസൂയ, കുശുമ്പ്, അതുപോലെ തന്നെ മഹത്വം, നന്മ, തിന്മ ഇവയെല്ലാം തന്നെ അറിയുവാൻ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള കീർത്തനങ്ങളിലൂടെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ശരീരത്തിൽ ബാധകമാകുന്നത് കൊണ്ട്, ബോധ്യപ്പെടുന്നത് കൊണ്ട് അപ്രകാരമുള്ള കീർത്തനം, അപ്രകാരമുള്ള മന്ത്രങ്ങൾ അതിരാവിലെ വീട്ടിൽ വെക്കുന്നത് അത്യുത്തമമാണ്. അതിനുശേഷമാണ് സ്വാഭാവികമായും നാം ജോലിക്ക് പോവുക. രാവിലെയുള്ള പ്രാർത്ഥന, വിശ്രമം ഇതെല്ലാം കഴിഞ്ഞ് പത്രം വായിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേതെങ്കിലും വായനയോ മറ്റേതെങ്കിലും കർമ്മത്തിൽ കുറച്ച് സമയം ചിലവഴിച്ചതിനു ശേഷമോ മാത്രമേ പത്രം വായിക്കാവൂ. കാരണം മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പോലും പവിത്രമായ മനസ്സിനകത്തേക്ക് അനവധി നെഗറ്റീവ് വാർത്തകൾ, സെൻസേഷണൽ വാർത്തകൾ അതിരാവിലെ ചെല്ലുകയാണെങ്കിൽ മാനസികമായൊരു മുരടിപ്പ് അല്ലെങ്കിൽ വ്യാകുലത അനുഭവപ്പെടുന്നു. ഇതൊഴിവാക്കുന്നതിന് വേണ്ടി പത്രവായന അല്പം വൈകിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ പത്രം വായിക്കുന്നത് അത്യന്താപേക്ഷിതമായ സ്ഥിതിക്ക് നല്ല ശുദ്ധമായ മനസ്സിലേക്ക്, ശുദ്ധമായ മസ്തിഷ്കത്തിലേക്ക് അതിരാവിലെ സെൻസേഷണൽ വാർത്ത കയറാതിരിക്കുന്നത്, നെഗറ്റീവ് വാർത്തകൾ ഇഞ്ചക്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് അത്യുത്തമമായതുകൊണ്ട് പത്രം വായിക്കുന്നത് എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റു കർമ്മങ്ങൾ ചെയ്ത് കുറെ കൂടി സമയങ്ങൾ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് മനഃശാസ്ത്രജ്ഞന്മാര് വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഉപദേശം നമുക്കും വളരെ നല്ലതാണ്. പ്രഭാത ഭക്ഷണം കഴിയുന്നത്രയും വെജിറ്റേറിയൻ മാത്രമാക്കണം. കാരണം ശരീരത്തിലെ എൻസൈം പ്രവർത്തനം ആദ്യമായി തുടങ്ങുന്നത് ബ്രേക്ക് ഫാസ്റ്റ്, ഫാസ്റ്റ് ഈസ് ബ്രോക്കൺ, വി ആർ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് എന്ന അർത്ഥത്തിൽ എൻസൈം പ്രവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും കോഴിമുട്ടയോ ബീഫോ മട്ടണോ ചിക്കനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആനിമൽ മീറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കണം. പ്രഭാത ഭക്ഷണത്തിൽ സസ്യാഹാരങ്ങൾ മാത്രമേ പാടുകയുള്ളൂ.
കേരളീയരെ സംബന്ധിച്ചിടത്തോളം നിത്യമായി കഴിക്കാറുള്ള എല്ലാ പ്രഭാത ഭക്ഷണങ്ങളും ശരീരത്തിന് സമീകൃത ആഹാരത്തിന്റെ ഫലം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളീയ രീതിയിലുള്ള ഏത് ഭക്ഷണവും അത്യുത്തമമാണ് ശരീരത്തിന്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളീയമായ കാലാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക്. കൂടാതെ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തും, അതായത് രാവിലെ പ്രഭാത ഭക്ഷണമായാലും മധ്യാഹ്ന ഭക്ഷണമായാലും സായാഹ്ന ഭക്ഷണമായാലും അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കുന്ന അത്താഴമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നല്ല ഒരു പ്രാർത്ഥന അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ടതാണ്. കൂട്ടത്തിൽ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും തന്നെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണീനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്തം പചാമ്യന്നം ചതുർവിധം. എല്ലാം ബ്രഹ്മാർപ്പണമായി ഞാൻ ചെയ്യുന്നു, ഈശ്വരാർപ്പണമായി ഞാൻ ചെയ്യുന്നു, പ്രപഞ്ച ചൈതന്യത്തിനു വേണ്ടി അതിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന മനോഭാവത്തോടുകൂടി ഒരു തരി ഭക്ഷണം കഴിക്കുമ്പോഴും ശരീരത്തിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് വളരെ പോസിറ്റീവാണ്. അല്പം ഭക്ഷണം കഴിച്ചാൽ പോലും മനസ്സംതൃപ്തിയോടുകൂടി ഈശ്വരീയമായ ഭാവത്തോടുകൂടി കഴിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഫിസിയോളജിക്കൽ എഫക്റ്റും അതിൽ നിന്നുണ്ടാകുന്ന സൈക്കോളജിക്കൽ എഫക്റ്റും ശരീരത്തിന് ഉത്തമമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ ആധുനിക ശാസ്ത്രവും പറയുന്നു. ആധുനിക ശാസ്ത്രം പണ്ട് ധരിച്ചിരുന്നത് ന്യൂട്രീഷൻ കൊണ്ട്, നല്ല പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കൊണ്ട് ശരീരത്തെ എത്ര വേണമെങ്കിലും ആരോഗ്യവത്താക്കാം എന്നായിരുന്നു. അതല്ല വസ്തുത. പോഷകാംശമുള്ള ഭക്ഷണം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതിന് ശേഷവുമുള്ള മാനസികാവസ്ഥ ഭക്ഷണത്തിൽ നിന്ന് പോഷകാംശത്തെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്ന പ്രക്രിയയിലും ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രക്രിയയിലും അതുപോലെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ബയോസിന്തറ്റിക് അനബോളിസം കാറ്റബോളിസം പാത്വേകളിലും വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് മാത്രം പോരാ, അതിനോട് ഒരു സ്പിരിച്വൽ അറ്റാച്ച്മെന്റ്, ഒരു ആത്മബന്ധം, ഒരു ബഹുമാനം. അന്നം ബ്രഹ്മേതി വിജാനാത്, ഭക്ഷണം ഈശ്വര ചൈതന്യമാണ് എന്നുകൂടി അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ആ ഭക്ഷണത്തെ രണ്ട് കൈയും കൂപ്പി പ്രണമിച്ച് ഈശ്വരീയമെന്ന് ധരിച്ച് ശരീരത്തിന് ആരോഗ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് അത് കഴിക്കുന്ന വേളയിൽ കൊടുക്കുന്നതായ സമയ ഗ്യാപ്പ്, ഈ പ്രാർത്ഥനയിലൂടെ കൊടുക്കുന്ന ഗ്യാപ്പ് ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് പോകുന്നതിന് മുൻപ് നാം വലിച്ചുവാരി കഴിക്കുകയാണെന്ന് വിചാരിക്കുക. സ്റ്റൊമക്കിന്റെ ചുവട്ടില്, ആമാശയത്തിന്റെ ചുവട്ടില് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള മ്യൂസിലേജ് മെമ്പറൈൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതേ സ്ഥാനത്ത് ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയില് ആ ഭക്ഷണത്തിന്റെ ഗന്ധവും ദർശനവും കൊണ്ട് ധാരാളം ഉമിനീര് വായിലുണ്ടാവുകയും അത് നാം വിഴുങ്ങുന്ന സമയത്ത്, സ്വാളോ ചെയ്യുന്ന സമയത്ത് ആമാശയത്തിന്റെ ചുവട്ടില് ഈ ഉമിനീരിന്റെയും കുറെ എൻസൈമുകളുടെയും ഒരു ലെയർ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ലെയർ ഉണ്ടാകുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചുവട്ടിലുള്ള ഭക്ഷണത്തിന്റെ ലെയറിന്റെ ഡൈജഷൻ വളരെ സുഗമമായി നടക്കുന്നു. ഇപ്രകാരം ഭക്ഷണത്തിന്റെ ഡൈജഷൻ സുഗമമായി നടക്കുന്നതിന് വേണ്ടി ബയോകെമിക്കലി ആൻഡ് ബയോളജിക്കലി